ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണ സർക്കുലർ പുതുക്കിയിറക്കിയതിന് പിന്നാലെ ഇന്ന് സംസ്ഥാനത്ത് ടെസ്റ്റുകൾ നടത്താൻ മോട്ടോർ വാഹന വകുപ്പ്. പരിഷ്കരണത്തിന് ഇളവുകൾ അനുവദിച്ചതോടെ ടെസ്റ്റ് ബഹിഷ്കരണത്തിൽ നിന്ന് CITU താൽക്കാലികമായി പിന്മാറിയിരുന്നു. CITU ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റിൽ സഹകരിക്കും. VA ഗിരീഷ് ഒരിക്കൽ കൂടി ചേർന്നു ടെലിഫോൺ. അനിൽ, ഗിരീഷ്, ഈ ടെസ്റ്റുകൾ ഇന്ന് നടക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും അനിശ്ചിതത്വമുണ്ടോ? കാരണം CITU മാത്രമാണ് ഈ സമരം നിർത്തിവെച്ചത്. പക്ഷേ INTUC പ്രതിഷേധം തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നിലവിൽ അത്തരത്തിൽ അനിശ്ചിതത്വമൊന്നും ഇല്ല. ഏതായാലും കുറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വിവാദങ്ങൾക്കും അതോടൊപ്പം തന്നെ പ്രതിഷേധങ്ങൾക്കും ഒക്കെ ശേഷം ഇന്ന് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ടെസ്റ്റ് ബഹിഷ്കരണത്തിൽ നിന്ന് CITU താൽക്കാലികമായി പിന്മാറി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് പുനരാരംഭിക്കുമ്പോൾ ഇവർ ഈ ടെസ്റ്റിൽ പങ്കെടുക്കാൻ എല്ലാ സാധ്യതയുമുണ്ട്. CITU ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റിൽ സഹകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അതേസമയം സർക്കുലർ പിൻവലിക്കും വരെ പ്രതിഷേധം തുടരാനാണ് INTUCയുടെ തീരുമാനം. ടെസ്റ്റുകൾ ഇന്നും ബഹിഷ്കരിക്കാൻ INTUC തീരുമാനിച്ചിട്ടുണ്ട്. പുതിയ ഉത്തരവ് പ്രകാരം പ്രതിദിനം 40 ടെസ്റ്റുകൾ നടത്താം. അതോടൊപ്പം തന്നെ 15 വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾ മാറ്റാൻ 6 മാസ സമയം ഈ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് അനുവദിച്ചിട്ടുണ്ട്. കാറുകളിൽ ഡാഷ്ബോർഡ് ഘടിപ്പിക്കുന്നതിന് 3 മാസത്തെ സാവകാശവും അനുവദിച്ചിട്ടുണ്ട്. ഗ്രൗണ്ടുകൾ സജ്ജമാക്കുന്നത് വരെ പഴയ രീതിയിൽ എച്ചെടുക്കാം എന്ന് ഈ പരിഷ്കരിച്ച മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. സ്വാഭാവികമായും ഇത് അംഗീകരിച്ചുകൊണ്ടാണ് CITU ഈ സമരത്തിൽ നിന്നും ബഹിഷ്കരണ സമരത്തിൽ നിന്നും പിന്മാറിയിട്ടുള്ളത്. ശരി, VA ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്.